ലോകത്തിന്റെ ഊർജ്ജസിര എന്നറിയപ്പെടുന്ന ഹോർമുസ് കടലിടുക്ക് വീണ്ടും കത്തുകയാണ്. വെറുമൊരു പ്രാദേശിക തർക്കത്തിനപ്പുറം അമേരിക്ക, ഇറാൻ, ചൈന എന്നീ മൂന്ന് ശക്തികൾ തമ്മിലുള്ള ഒരു ഗ്രാൻഡ് ചെസ് ഗെയിമിന് പശ്ചിമേഷ്യ വേദിയാകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്രപരമായ കർക്കശ്യവും ഇറാന്റെ പ്രതിരോധവും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ കടലിലെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് മാറിയിരിക്കുകയാണ്. ഇസ്ലാമാബാദിലെ സമാധാന മേശകളിൽ നിന്നും പീരങ്കികളുടെ ഗർജനത്തിലേക്ക് ഗൾഫ് മേഖലാ ദൂരം കുറയ്ക്കുകയാണ്. അമേരിക്കൻ നാവികസേന നടത്തിയ ഏറ്റവും പ്രകോപനപരവും എന്നാൽ സൈനികമായി കൃത്യതയാർന്നതുമായ നീക്കമായിരുന്നു ഇറാനിയൻ ചരക്കുകപ്പലായ തൗസ്ക് പിടിച്ചെടുത്തത്. ഇറാൻ ഷിപ്പിംഗ് ലൈൻസിലെ കരുത്തനായ ഈ കപ്പൽ ചബഹർ തുറമുഖത്തിന് സമീപം വെച്ചാണ് US നാവികസേനയുടെ നിരീക്ഷണത്തിലായത്. അമേരിക്കൻ മെറീനുകൾ നൽകിയ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ച് മുന്നോട്ട് പോയ കപ്പലിനെ നിർത്താൻ സേനയ്ക്ക് ബലപ്രയോഗം നടത്തേണ്ടി വന്നു. കപ്പലിന്റെ എഞ്ചിൻ റൂമിലേക്ക് വെടിയുതിർത്ത് അതിന്റെ സഞ്ചാരം തടഞ്ഞ ശേഷം ഹെലികോപ്റ്ററുകളിൽ നിന്നും കപ്പലിലേക്ക് ഇറങ്ങിയ US സ്പെഷ്യൽ ഫോഴ്സ് നിമിഷങ്ങൾക്കുള്ളിൽ കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിൽ ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ കപ്പലിന് നേരെ ഇത്തരം ആക്രമണം നടക്കുന്നതും അപൂർവമാണ്. ഇത് ഇറാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. കപ്പൽ പിടിച്ചെടുത്തതിന് പിന്നാലെ റിപ്പബ്ലിക്കൻ നേതാവ് നിക്കി ഹേലി നടത്തിയ വെളിപ്പെടുത്തലുകളാണ് വിഷയത്തിന് ആഗോള പ്രാധാന്യം നൽകിയത്. ഈ കപ്പൽ വെറും ഒരു ചരക്ക് കപ്പലല്ലെന്നും അതൊരു ചലിക്കുന്ന മിസൈൽ ഇന്ധന കേന്ദ്രമാണെന്നും അവർ ആരോപിച്ചു. ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് മിസൈൽ നിർമ്മാണത്തിന് ആവശ്യമായ അതീവ അപകടകരമായ രാസവസ്തുക്കളുമായി പോയ കപ്പലാണ് പിടിച്ചെടുത്തതെന്നും അദ്ദേഹം എക്സിലൂടെ അവകാശപ്പെട്ടു. ഇറാൻ ഭരണകൂടത്തെ സാമ്പത്തികമായും സൈനികമായും താങ്ങി നിർത്താൻ ചൈന നടത്തുന്ന ഗൂഢശ്രമങ്ങളുടെ ജീവിക്കുന്ന തെളിവുകളാണ് ഈ കപ്പലെന്നും അവർ തുറന്നടിച്ചു. സാധാരണ വാണിജ്യ സാമഗ്രികൾ എന്ന വ്യാജേന മിസൈൽ ഘടകങ്ങളും ന്യൂനത ഇലക്ട്രോണിക് സംവിധാനങ്ങളും കടത്തുന്ന ഇറാന്റെ ഇരട്ടത്താപ്പ് അമേരിക്ക കൈയോടെ പിടികൂടിയിരിക്കുകയാണ്. നിക്കി ഹേലിയുടെ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കും വഴി തുറക്കും. അമേരിക്കയുടെ ഉപരോധങ്ങൾ നിലനിൽക്കെ ചൈന ഇറാനെ സൈനികമായി സഹായിക്കുന്നത് വാഷിംഗ്ടണും ബെയ്ജിങ്ങും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കും. മിസൈൽ സാങ്കേതികവിദ്യ കൈമാറുന്നത് ആഗോള ആണവ വ്യാപന വിരുദ്ധ കരാറുകളുടെ ലംഘനമായി അമേരിക്ക ഉയർത്തിക്കാട്ടും. ഇറാനെ താങ്ങി നിർത്താൻ ചൈന ശ്രമിക്കുന്നത് പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനാണെന്നും വ്യക്തമാണ്. എന്നാൽ ട്രംപ് ഭരണകൂടം ഈ നീക്കത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ചൈനയ്ക്കെതിരെ കൂടുതൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ഈ കപ്പൽ വേട്ട അമേരിക്കയ്ക്ക് ആയുധമാകും. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന രണ്ടാം വട്ട സമാധാന ചർച്ചകൾ ഇതോടെ വലിയ പ്രതിസന്ധിയിലായി. സമാധാനത്തിലുള്ള ശ്രമങ്ങൾക്കിടയിൽ അമേരിക്ക കടൽക്കൊള്ള നടത്തുകയാണെന്നാണ് ഇറാന്റെ ആരോപണം. തങ്ങളുടെ കപ്പൽ പിടിച്ചെടുത്തത് നയതന്ത്രപരമായ വഞ്ചനയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു. ഇറാനിലെ തീവ്ര നിലപാടുകൾ സർക്കാരിനുമേൽ കടുത്ത സമ്മർദ്ദമാണ് ഇപ്പോൾ ചെലുത്തുന്നത്. അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നത് ആത്മഹത്യാപരമാണെന്നും യുദ്ധം തന്നെയാണ് പോംവഴി എന്നുമാണ് അവരുടെ വാദം. ഉപരോധം പിൻവലിക്കാതെ ഇനിയൊരു ചർച്ചയ്ക്കും ഇല്ലെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് വീണ്ടും വ്യക്തമാക്കി കഴിഞ്ഞു. തന്റെ മുൻ ഭരണകാലത്തെ മാക്സിമം പ്രഷർ തന്ത്രം ട്രംപ് ഇത്തവണ കൂടുതൽ കടുപ്പത്തിലാക്കുകയാണ്. കരാറിൽ ഒപ്പിടാതെ ഇറാന് യാതൊരുവിധ ഇളവുകളും നൽകില്ലെന്ന കർക്കശമായ നിലപാടിലാണ് അദ്ദേഹം. ഒന്നുകിൽ പൂർണ്ണമായി കീഴടങ്ങൽ അല്ലെങ്കിൽ സർവനാശം എന്ന സന്ദേശമാണ് ട്രംപ് ഇറാൻ ഭരണകൂടത്തിന് നൽകുന്നത്. തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളിൽ തന്റെ സൈനിക നീക്കങ്ങൾ വലിയ വിജയമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇറാൻ ആണവായുധ മോഹം ഉപേക്ഷിക്കുന്നത് വരെ താൻ വിശ്രമിക്കില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. കപ്പൽ പിടിച്ചെടുത്ത നടപടിയെ വൈറ്റ് ഹൗസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ട്രംപിന്റെ വാക്കുകൾ ആ നീക്കത്തിന് നൽകുന്ന പരോക്ഷമായ പിന്തുണയാണ്. തങ്ങൾ നിസ്സഹായരല്ലെന്ന് തെളിയിക്കാൻ ഇറാൻ സൈന്യം സജ്ജമാവുകയാണ്. കപ്പൽ പിടിച്ചെടുത്തതിന് പകരമായി അമേരിക്കയുടെ അവരുടെ സഖ്യകക്ഷികളുടെ കപ്പലുകൾ പിടിച്ചെടുക്കാനുള്ള നീക്കം ഇറാൻ നടത്തിയേക്കാം. ഇതിനെയാണ് അവർ പുതിയ തന്ത്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഡ്രോണുകളും വേഗമേറിയ ബോട്ടുകളും ഉപയോഗിച്ച് അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യമിടാൻ IRGC തയ്യാറെടുക്കുന്നതായാണ് വിവരം. കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്ന ഭീഷണി യാഥാർത്ഥ്യമായാൽ ആഗോള എണ്ണ വിപണി തകരും. അത് ലോകമെമ്പാടും വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും. ഇറാൻ വിഷയം കത്തി നിൽക്കുമ്പോഴും പശ്ചിമേഷ്യയിലെ മറ്റ് ചർച്ചകൾ വഴിമാറുകയാണ്. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ വാഷിംഗ്ടണിൽ നടക്കുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ ചർച്ചകളെ ഇറാൻ വിഷയവുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ലെന്നാണ് ലെബനൻ അറിയിച്ചത്. ഇറാന്റെ തണലിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയെ ഈ സംഘർഷത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ലെബനൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇറാൻ നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങിയാൽ ഹിസ്ബുള്ളയ്ക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ഈ യുദ്ധഭീതി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് പ്രവാസികൾ കഴിയുന്നുണ്ട്. ഒരു വൻ യുദ്ധമുണ്ടായാൽ ഇവരുടെ സുരക്ഷ വലിയ ചോദ്യചിഹ്നമാകും. കൂടാതെ ചബഹർ തുറമുഖത്തിന് സമീപമാണ് സംഘർഷം നടക്കുന്നതെന്നതും ഇന്ത്യക്ക് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ചബഹർ തുറമുഖം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ ഒന്നാണ്. എണ്ണവില വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയെ ബാധിക്കുമെന്നതുകൊണ്ട് തന്നെ സമാധാനപരമായ പരിഹാരത്തിന് ഇന്ത്യ ആഗ്രഹിക്കുന്നു. 2 ആഴ്ചത്തെ വെടിനിർത്തൽ കാലാവധി ബുധനാഴ്ച പുലർച്ചെ അവസാനിക്കുകയാണ്.
അതിനു മുമ്പ് പാകിസ്ഥാൻ മധ്യസ്ഥർ വഴി ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പശ്ചിമേഷ്യ വീണ്ടും പുകയും. അമേരിക്കൻ മറീനുകളുടെ കപ്പൽ വേട്ട ഇറാന്റെ അഭിമാനത്തിന് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതൊരു സൈനിക പ്രതികരണത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയും നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. കപ്പലിൽ നിന്ന് കണ്ടെത്തിയ മിസൈൽ ഘടകങ്ങളുടെ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തെ ഇറാനെതിരെ തിരിക്കാനാണ് അമേരിക്കയുടെ ശ്രമം. എന്നാൽ ഇത് ഇറാന്റെ ഉള്ളിലെ തീവ്രവാദ ചിന്താഗതിക്കാരെ കൂടുതൽ പ്രകോപിപ്പിക്കുകയുള്ളൂ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം വെറും ഒരു വാക്കേറ്റമല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റാൻ പോകുന്ന ഒന്നാണ്. നിക്കി ഹേലിയുടെ വെളിപ്പെടുത്തൽ വഴി ചൈന കൂടി ഈ വിവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടതോടെ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പ്രാരംഭമാണോ എന്ന് പലരും സംശയിക്കുന്നു. സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലാണെങ്കിലും വൻശക്തികൾ ഇടപെട്ട ഒരു സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതുപോലെ തന്നെ പ്രധാനമാണ് ഇറാന്റെ തിരിച്ചടിയും. പശ്ചിമേഷ്യയുടെ ആകാശം യുദ്ധവിമാനങ്ങളുടേതാകുമോ അതോ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളുടേതാകുമോ എന്ന് വരും മണിക്കൂറുകൾ തീരുമാനിക്കും. ലോകരാജ്യങ്ങൾ ശ്വാസം അടക്കിപ്പിടിച്ച് നിൽക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ തണുത്ത കാറ്റിന് ഇപ്പോൾ യുദ്ധത്തിന്റെ ഗന്ധമാണ് പടരുന്നത്. ഈ കപ്പൽ ഒരുപക്ഷെ ഒരു വലിയ അഗ്നിപർവ്വതത്തിന്റെ തുടക്കം മാത്രമായിരിക്കാം.